ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് ആൾക്കാർ എമ്പുരാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ചിത്രം കാണാൻ പോകുന്നത്. ഈ എക്സ്പെക്ടേഷനോട് കൂടി പോകുന്ന ആൾക്കാരെ ഒരു തരത്തിലും യാതൊരുവിധ പ്രശ്നങ്ങളും തോന്നാതെ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. ഇങ്ങനെ പറയാൻ കാരണം ഇതൊരു മാസ് സിനിമയാണ്. ഇതൊരു എന്റർടൈൻമെന്റ് അറ്റ് ഇറ്റ്സ് പീക്ക്, ആ ഒരു ലെവലിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. പൃഥ്വിരാജ് തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ പുൾ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല സീനുകളുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ആ കിട്ടുന്ന ഒരു എന്താ പറയുക ഗൂസ് ബംപ് മൊമെന്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹൈ മൊമെന്റ്സ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും മേജർ ആയിട്ടൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ ലൂസിഫറിൽ ഉണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയാണ് കഥ പറയുന്നത്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഇന്റർനാഷണൽ ലെവൽ, അതായത് ഡ്രഗ് കാർട്ടൽ, അതുപോലെ മാഫിയ, അങ്ങനത്തെ പല ഏരിയാസും ഈ സിനിമയുടെ കഥ കവർ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ മെയിനായിട്ട് വരുന്ന രണ്ടുപേരാണ് അബ്രാം ഖുറേഷി ആൻഡ് സായദ് മസൂദ്. ഇവരാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ പരിപാടികളൊക്കെ ഉള്ളത്. നാട്ടിലുള്ള പൊളിറ്റിക്കൽ പരിപാടിയിൽ പിന്നെ നമ്മുടെ ജതിൻ രാംദാസ്, ടോവിനോ ചെയ്യുന്ന കഥാപാത്രം, അതുപോലെ തന്നെ പ്രിയദർശിനി രാംദാസ്, നമ്മുടെ മഞ്ജു വാര്യർ കഥാപാത്രം, ഇവരൊക്കെ തന്നെയാണ് നാട്ടിൽ ഇതുള്ളത്. പക്ഷെ ഇതിലൊരു ഭയങ്കര രസകരമായിട്ടൊരു സംഭവം എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നടക്കുന്ന സീൻസ്, അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന സീൻസ് രണ്ടും തമ്മിൽ എന്താ പറയുക, ആ ഒരു ബ്ലെൻഡിങ് വളരെ നന്നായിട്ടുണ്ട്. രണ്ട് സംഭവങ്ങളെ നമ്മൾ ബ്ലെൻഡ് ചെയ്യില്ലേ, രണ്ട് സംഭവങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടുള്ള ആ ഒരു രീതി, ആ ഒരു എഡിറ്റിംഗ് പരിപാടി അല്ലെങ്കിൽ ആ ഒരു സംഭവം ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു സ്മാർട്ട്നെസ് ആണ് ആ ഒരു സംഭവം ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു പരിപാടി. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കഥ പൊളിറ്റിക്കൽ പരിപാടികളൊക്കെ തന്നെ. നാട്ടിലെ പൊളിറ്റിക്സ്, അതായത് IUF എന്ന് പറയുന്ന പാർട്ടി, ടോവിനോ തോമസ്, അതുപോലെ പ്രിയദർശിനി രാംദാസ്, അതായത് മഞ്ജു വാര്യർക്കുള്ള പാർട്ടി, അത് ഇപ്പോൾ എവിടെ ആണ് നിൽക്കുന്നത് അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്ന പല വംശഹത്യകൾ, അതുപോലെ തന്നെ പാസ്റ്റ് റയറ്റ്സ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഏത് റയറ്റ്സ് ആണെന്ന് പറയാതെ തന്നെ കഴിഞ്ഞാൽ കുറച്ച് ജനറൽ നോളജുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ സിനിമയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതൊരു ഭയങ്കര ഡയറിങ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇതൊക്കെ പറയാൻ കുറച്ചൊരു ധൈര്യം വേണം. ആ ഒരു ധൈര്യം നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് മുരളി ഗോപി, ദേ ഹാവ് ടേക്കൺ ദാറ്റ് കറേജ് ടു ടെൽ എ സ്റ്റോറി വിച്ച് ഇസ് റിയലി വെരി എന്താ പറയുക, ആരും അങ്ങനെ പറയാൻ ഇപ്പോൾ പേടിക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇറ്റ് ഈസ് എ മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ മൂവി. പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു വേരിയസ് ഡിഫറെൻറ്റ് ഗ്രാഫ് ഉണ്ട്. ഇപ്പോൾ ഡെപ്ത് കൂടുതലുണ്ട്. അതായത് മഞ്ജു വാര്യരുടെ ക്യാരക്ടറാണെങ്കിൽ ഡെപ്ത് കുറച്ച് കൂടുതലാണ്. കുറച്ചും കൂടി ഒരു അയൺ ലേഡി എന്ന് പറയുന്ന തരത്തിലൊക്കെ അവർ മാറിയിട്ടുണ്ട്. ടോവിനോ തോമസിന്റെ കഥാപാത്രം മോർ കണ്ണിങ്, അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ, അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ലൂസിഫറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അയാൾ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്വയം നന്നാവണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ സയ്യിദ് മസൂദിന്റെ ഒരു പാസ്റ്റ് ഒക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അബ്രാം ഖുറേഷി, ഹൂ ഇസ് അബ്രാം ഖുറേഷി, യു വിൽ ഗെറ്റ് എ ഗുഡ് ഐഡിയ, യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് വാട്ട് ദിസ് മാൻ ഇസ് ഇൻ ദിസ് മൂവി. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഖുറേഷി അബ്രാമിന്റെ വെയർഅബൌട്ട്സ് അല്ലെങ്കിൽ അയാളുടെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സിനിമയിൽ മനസ്സിലാവും. അതൊരു മേജർ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ സായികുമാർ ഇത, മഹേഷ് വർമ്മ, പിന്നെ വേറെ ഒരു കുറെ പേരുണ്ട് അല്ലേ. ആക്ച്വലി അവരൊക്കെ എന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പോയിലർ ആയിട്ട് കൊണ്ട് പറയുന്നത്. റൈറ്റ് വിങ് പാർട്ടീൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. ബേസിക് ആയിട്ട് മെയിൻ ഒരു കാര്യം, എല്ലാ പാർട്ടികളും, കേരളത്തിലുള്ള എല്ലാ പാർട്ടികളെയും വളരെ നന്നായിട്ട് തന്നെ കൊട്ടുന്നുണ്ട്. എല്ലാവരെയും കൊള്ളിച്ചുകൊണ്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു സറ്റയർ പോലെ എടുക്കാവുന്നുള്ളൂ, ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നുമല്ല. എന്നാലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഈ സിനിമയിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ടെറൈൻസ്, ഈ സിനിമ പല പല ലൊക്കേഷനിൽ ഒരുപാട് രാജ്യത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതൊക്കെ സിനിമയിൽ എല്ലാ സീൻസും ഓരോരോ വേറെ വേറെ കൺട്രീസിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം രസമുണ്ട്. പിന്നെ നമുക്ക് അതിൽ സിനിമ കാണുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമ കാണുന്നൊരു പ്രകൃതി കുറച്ച് അതിശയോക്തി പറയുന്നതല്ല, കാരണം നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് ഹോളിവുഡ് ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബോളിവുഡിലെ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇവരങ്ങ് മാറുന്നത്, നമ്മുടെ നാട്ടിലേക്കുള്ള സീൻസ് വരുന്നത്, അതൊക്കെ കാണുമ്പോൾ ഇത് ഹോളിവുഡ് മൂവി അല്ലെങ്കിൽ വേറെ മലയാളം മൂവി തന്നെയാണോ എന്നുള്ളൊരു സംശയം
വേണ്ടത്. നമുക്ക് സിനിമ വർക്ക് ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ പറയുന്നത്, അല്ലാതെ ബൂസ്റ്റ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യം എനിക്കില്ല. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എസ്പെഷ്യലി നമ്മുടെ മോഹൻലാൽ ആൻഡ് പൃഥ്വിരാജ് കോമ്പിനേഷൻ ഹാസ് എന്താ പറയുക, അടിപൊളിയായിട്ട് തിയേറ്ററിൽ വർക്കായിട്ടൊരു കോമ്പിനേഷനാണ്. അവർ തമ്മിലുള്ള സീൻസും ഫൈറ്റ് സീൻസ് ഇതൊക്കെ, അവർ തമ്മിലുള്ള ഫൈറ്റല്ല, അവർ എഗെയിൻസ്റ്റ് ദ എന്താ പറയുക ആൻറ്റഗണിസ്റ്റ്, ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോവിനോയുടെ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണത്. മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ബൈജുവിൻ്റെ ക്യാരക്ടർ നല്ലതാണ്. അതുപോലെ തന്നെ പല 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 ആൾക്കാരുടെയും ക്യാരക്ടേഴ്സ് ദേ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഗുഡ്. ബിക്കോസ് അവരൊന്നും വെറുതെ കൊണ്ടുവന്നിട്ടില്ല. എല്ലാവർക്കും അതായത് അവർക്ക് ഭയങ്കര അഭിനയിച്ച് കാണിക്കാൻ, അതായത് അഭിനയിച്ച് പൊളിക്കാനുള്ള പരിപാടികളൊന്നും, എന്നാലും അവരുടെ പ്രസൻസ് ഇസ് ബ്ലിസ് എന്ന് പറയില്ലേ, അതുവരെ ഉള്ളൊരു പരിപാടി തന്നെയാണ് ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കഥയെക്കുറിച്ച് പലരും മോശമൊക്കെ പറയുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഡയറിങ് ആയിട്ടുള്ള കഥയായിട്ട് എനിക്ക് തോന്നി. കാരണം മറ്റൊന്നുമല്ല, നന്നായിട്ട് നല്ല പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് എനിക്ക് വന്നത്. എനിക്ക് പേഴ്സണലി ഐ ആം ഹാപ്പി വിത്ത് ദ മൂവി.